പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോട് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ തീരുമായി സ്തുതിക്കുന്നു. JCNDST അഥവാ യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിത്യജീവ മൊഴികൾ എന്ന വിശുദ്ധ വചന പരമ്പരയിൽ വീണ്ടും ഇടയവന് കടന്നു വരുവാനും സത്യവചനത്തെ യഥാർത്ഥമായി സംസാരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ കൃപയ്ക്കും കരുണയ്ക്കുമായിട്ട് ദൈവത്തെ തീരുമായി സ്തുതിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ആത്മാർത്ഥതയോട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ചില നാളുകളായി ദൈവമാർ എന്ന വിഷയമാണ് നിങ്ങളുമായിട്ട് കൈമാറിക്കൊണ്ടിരുന്നത്. അതേ വിഷയത്തിൻ്റെ അടുത്ത ഭാഗമാണ് ഇന്നും സംസാരിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ ദൈവമക്കളുടെയും കേൾവിക്കാരുടെയും ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. JCNDST എന്ന ഈ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയൊക്കെയും തിരുവചന യാഥാർത്ഥ്യങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥതയോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ദൈവമാർ എന്ന വിഷയമാണ് കഴിഞ്ഞ നാളുകളിൽ സംസാരിച്ചു കൊണ്ടിരുന്നത്. അതേ വിഷയത്തിൻ്റെ തുടർഭാഗമാണ് വീണ്ടും സംസാരിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ദൈവമാർ എന്നറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു എന്നാണ് ദൈവവചനത്തിലൂടെ പഠിക്കുവാനായിട്ട് കഴിയുന്നത്. ദൈവം ആരെന്ന് വേണ്ട വിധത്തിൽ അറിയുവാൻ കഴിയാത്തവർക്ക് ജീവനെ പ്രാപിക്കുവാൻ കഴിയുകയില്ല എന്നും ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് സത്യദൈവത്തെ അറിയേണ്ട പോലെ അറിയുക എന്നുള്ളത് സുപ്രധാനമായിട്ടുള്ള ഒരു വിഷയമാണ്. സ്തോത്രം. അതറിയുവാൻ കഴിയാത്തവരുടെ ക്രിസ്തീയ ജീവിതം വെറും പാഴ്വേലയാണ് എന്നാണ് പഠിക്കുവാൻ കഴിയുന്നത്. അങ്ങനെയുള്ള വ്യക്തിജീവിതങ്ങൾക്ക് നിത്യരാജ്യം അവകാശമാക്കുവാൻ ഒരിക്കലും സാധ്യമല്ല. ഇന്ന് വ്യാജ ഉപദേശങ്ങൾ ധാരാളം ലോകത്തിൽ പെരുകിയിരിക്കുകയാണ്. അന്ത്യകാലമാകയാൽ വ്യാജന്മാർ ധാരാളം വിവിധ വേഷത്തിലും ഭാവത്തിലും ലോകത്തിൽ വർദ്ധിച്ച് പെരുകിക്കൊണ്ടിരിക്കുകയാണ് എന്ന വസ്തുത നാം അറിയാതെ ഇരിക്കരുത്. ഒരു വ്യക്തി പോലും ശരിയായ മാർഗത്തിൽ പോകരുത് എന്നാണ് ശത്രുവിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് അവൻ്റെ അനുയായികൾ ലോകത്തിൽ പല നിലകളിൽ ജനങ്ങളെ വശീകരിച്ച് ശത്രുവിൻ്റെ പക്ഷത്ത് നിർത്തുകയാണ്. ഇത് ലോകത്തിൽ ജനത്തിനും വളരെ അതിനോട് താല്പര്യമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുവാൻ കഴിയുന്നത്. ജനത്തിൽ നല്ലൊരു ഭാഗം ആളുകൾക്കും തിരുവചനത്തിൽ നാം പഠിക്കുന്നത് പോലെ ഏശാവിൻ്റെ സ്വഭാവമാണ്. എന്തിനാണ് ജ്യേഷ്ഠാവകാശം? എന്തിനാണ് ഇങ്ങനെ വിശന്ന് പട്ടിണി കിടന്ന് മരിക്കുന്നത്? എപ്പോഴായാലും മരിക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് അനേകർ നടക്കുന്നത്. ഈ ലോകത്തിൽ നിന്ന് ലഭിക്കാവുന്ന എല്ലാ സുഖ സന്തോഷങ്ങളും അനുഭവിക്കുക, ആഡംബരത്തോടും ആർഭാടത്തോടും ജീവിക്കുക, ആധുനികനായ മനുഷ്യനെ പോലെ പട്ടുവസ്ത്രങ്ങൾ ധരിച്ച്
സുഖലോലുപനായി ജീവിക്കുക, ഇതാണ് ഒട്ടുമിക്ക ആളുകളുടെയും ഹൃദയത്തിലെ ആഗ്രഹം. അതിന് പിശാച് വളരെയധികം ഉത്തേജനം നൽകിക്കൊണ്ടിരിക്കുന്നു എന്നും നമുക്ക് വളരെ വ്യക്തമായിട്ട് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് ധാരാളം സംഘടനകൾ സഭയാണ് എന്ന വ്യാജേന ലോകത്തിൽ കടന്നു വന്നിട്ടുണ്ട്. പലവിധ ഭൗതിക സഹായങ്ങളും വാഗ്ദാനം നൽകിക്കൊണ്ട് ആളുകളെ തങ്ങളോട് ചേർത്ത് നിർത്തുകയാണ്. ശത്രുവിൻ്റെ വഞ്ചനയിൽ കുടുങ്ങി ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് സത്യവചനം യഥാർത്ഥമായി മനസ്സിലാക്കി സത്യത്തിനു വേണ്ടി പ്രവർത്തിച്ച് എല്ലാവരും ദൈവരാജ്യത്തിൽ കാണണം എന്ന പ്രതീക്ഷയോടെ JCNDST എന്ന ഈ ഗ്രൂപ്പ് പ്രവർത്തിക്കുകയാണ്. ദൈവദാസന്മാർ ആത്മാർത്ഥമായും സത്യവചനം യഥാർത്ഥമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അത് കേട്ട് വിശ്വസിക്കുന്നവൻ രക്ഷ പ്രാപിക്കും, മറുത്തു മത്സരിക്കുന്നവൻ വാളിനിരയാകുമെന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് സത്യവചനത്തെ യഥാർത്ഥമായി മനസ്സിലാക്കിക്കൊണ്ട് സത്യത്തിനു വേണ്ടി നിലകൊള്ളുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി സഹായിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥതയോട് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയോടെ തിരുവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ദൈവം മാറ്റമില്ലാത്തവനും നിത്യനുമാണ്. തൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തുകയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നു. ദൈവവചനത്തിൽ നിന്നും അതുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. നമ്മുടെ വിഷയം ദൈവമാർ എന്നാണ്. സ്തോത്രം. തിമോത്തിയോസിന്റെ രണ്ടാമത്തെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യഭാഗത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു എന്നാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനോട് ഈ ലേഖനത്തിലൂടെ എഴുതി അറിയിക്കുവാനിടയായി തീർന്നിട്ടുള്ളത്. മനുഷ്യർ അവിശ്വാസികളായി തീർന്നാലും ഒരിക്കലും ദൈവത്തിന് തൻ്റെ വിശ്വസ്തത ത്യജിക്കുവാനായിട്ട് കഴിയുകയില്ല. ഈ വചനം വിശ്വാസയോഗ്യമാണ് എന്ന് പറഞ്ഞാൽ ഈ വചനത്തിന് യാതൊരു വിധമാകുന്ന മാറ്റവും സംഭവിക്കുകയില്ല. സത്യവചനമാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതും ആവശ്യമാണ്. ദൈവം തൻ്റെ സ്വഭാവത്തിൽ പൂർണ്ണമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അവന് തൻ്റെ സ്വഭാവം ത്യജിക്കുവാൻ സാധ്യമല്ല. ദൈവ സ്വഭാവത്തിൽ അടങ്ങിയിരിക്കുന്നത് അന്തമില്ലാത്ത ദൈവനീതിയാകുന്നു എന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുകയാണ്. ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യഭാഗം നാം വായിക്കുമ്പോൾ, സ്തോത്രം, അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെ: അവൻ പാറ, അവൻ്റെ പ്രവൃത്തി അത്യുത്തമം, അവൻ്റെ വഴികളൊക്കെയും ന്യായം, അവൻ വിശ്വസ്തതയുള്ള ദൈവം, വ്യാജമില്ലാത്തവൻ, നീതിയും നേരും ഉള്ളവൻ തന്നെ എന്ന് ആ വാക്യഭാഗത്തിലൂടെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുകയാണ്. അവൻ പാറയാണ്.
എന്ന് പറഞ്ഞാൽ അവന് മാറ്റമില്ലാത്തവനാണ്, ഉറപ്പുള്ളവനാണ്, ബലവാനാണ്, സർവശക്തനാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതിന് വേണ്ടിയാണ് അവൻ പാറ എന്ന് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവൻ്റെ പ്രവൃത്തികളെല്ലാം വളരെ അത്യുത്തമമാകുന്നു എന്ന് ആ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അവൻ്റെ വഴികളൊക്കെ ന്യായമായ വഴികളാണ്, അന്യായമൊന്നും അവൻ്റെ ഭാഗത്തില്ല എന്ന് ആ വാക്യം നമ്മെ പഠിപ്പിക്കുകയാണ്. അവൻ വിശ്വസ്തതയുള്ള ദൈവം, അവൻ ഒരിക്കലും അവിശ്വസ്തത കാണിക്കുന്ന ദൈവമല്ല, അവൻ വിശ്വസ്തനായ ദൈവമാണ്. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി തന്നെ നിലകൊള്ളുന്നു എന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. യാതൊരു വ്യാജവുമില്ലാത്തവൻ, നീതിയും നേരുമുള്ളവൻ തന്നെ എന്ന് ആ പാറയെക്കുറിച്ച് പഠിക്കുവാനായിട്ട് കഴിയുന്നു. സ്തോത്രം. പുതിയ നിയമത്തിൽ വിശുദ്ധ പൗലോസ് ആ പാറയെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് ആ പാറ ക്രിസ്തുവാകുന്നു എന്നാണ്. സ്തോത്രം. അതുകൊണ്ട് വളരെ വിശ്വസ്തതയും നീതിയും വ്യാജമില്ലാത്തവനും ഉറപ്പുള്ളവനും കുലുങ്ങാത്തവനും വളരെ അത്യുത്തമമായ പ്രവൃത്തികളും ചെയ്യുന്നതായ ആ ദൈവം ക്രിസ്തുവാകുന്നു എന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുകയാണ്. സ്തോത്രം. നീതിയും ന്യായവും നിന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാകുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നു. 89-ാം സങ്കീർത്തനത്തിന്റെ 14-ാമത്തെ വാക്യഭാഗത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: നീതിയും ന്യായവും നിന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാകുന്നു, ദയയും വിശ്വസ്തതയും നിനക്ക് മുമ്പായി നടക്കുന്നു എന്ന് അവിടെ കർത്താവിൻ്റെ ദാസൻ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. നമ്മുടെ ദൈവം നീതിയും ന്യായവുമുള്ള ദൈവമാണ്. അത് അവൻ്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാകുന്നു എന്ന് പറയുമ്പോൾ അതിനൊരിക്കലും മാറ്റം സംഭവിക്കുന്നതല്ല. അവൻ ദയയും വിശ്വസ്തതയും ഉള്ളവനാകുന്നു എന്ന് നമുക്ക് ആ വിഷയഭാഗത്തിലൂടെ പഠിക്കുവാൻ കഴിയുന്നു. സ്തോത്രം. നമ്മുടെ ദൈവം ആര് എന്ന ചോദ്യത്തിന് നമുക്ക് വ്യക്തമായിട്ടുള്ള മറുപടി പറയുവാനായിട്ട് കഴിയും. പഴയ നിയമത്തിൽ യഥാർത്ഥമായി പറയപ്പെട്ടിരിക്കുന്ന യഹോവ എന്ന ദൈവം തന്നെയാണ് പുതിയ നിയമത്തിൽ നമ്മൾ പഠിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു എന്ന് വളരെ വ്യക്തമായിട്ട് നാം പഠിക്കുന്ന വചനഭാഗങ്ങളിലൂടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യമാണ്. വിവിധങ്ങളാകുന്ന ആശയങ്ങളും അഭിപ്രായങ്ങളും ചിന്താവിഷയങ്ങളും തർക്കങ്ങളും സൂത്രങ്ങളും ഒക്കെ പല നിലകളിൽ ഈ നാടുകളിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്കിലും നാം സേവിക്കുന്ന നമ്മുടെ ദൈവം ആരാണ് എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടെ ദൈവത്തെ സേവിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് നിത്യരാജ്യത്തിൽ പങ്കാളിത്തം വഹിക്കുവാൻ കഴിയുന്നത് എന്നാണ് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നിത്യരാജ്യത്തിൽ നമുക്ക് പങ്കാളിത്തം വഹിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം വ്യർത്ഥമാണ്, അത് പ്രയോജനരഹിതമാണ്. ഒടുവിൽ ശിക്ഷാവിധിയിൽ അകപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതാർക്കും ഉണ്ടാകരുത് എന്ന് ദൈവം പോലും ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ സകലവിധ പ്രവൃത്തികളും വെളിപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ പൂർണ്ണ നീതിയാകുന്നു എന്നാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. ദൈവിക പ്രവർത്തനങ്ങൾ തൻ്റെ ശക്തിയിൽ ഒരു കുറവും വരുത്തുന്നില്ല എന്നും പരസ്പര വിരുദ്ധമോ തൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമോ ആയതൊന്നും താൻ ചെയ്യുന്നില്ല എന്നത് തൻ്റെ സർവശക്തിയുടെ പ്രതിഫലനമാണ് എന്നും തിരുവചനം നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയാണ്.
നമ്മുടെ ദൈവം നീതിമാനായ ദൈവമാണ്, സമ്പൂർണനായ ദൈവമാണ്. അവന് യാതൊരു മാറ്റവുമില്ലാത്തവനാണ്, ഉറപ്പുള്ളവനാണ്, കുലുങ്ങാത്തവനാണ്, നീതിമാനാണ്, കരുണാസമ്പന്നനാണ്, സർവശക്തനാണ്. അവനുള്ളതായ യോഗ്യതകൾ വർണ്ണിക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ളതായ യോഗ്യതയുള്ളവനാണ് നമ്മുടെ ദൈവം എന്ന് തിരുവചനത്തിൽ പഠിക്കുവാൻ കഴിയുന്നു. സങ്കീർത്തനം 145-9 വാക്യഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, യഹോവ എല്ലാവർക്കും നല്ലവൻ, തൻ്റെ സകല പ്രവൃത്തികളോടും അവന് കരുണ തോന്നുന്നു എന്നാണ് തിരുവചനത്തിലൂടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്. യഹോവ എല്ലാവർക്കും നല്ലവനാണ്, തൻ്റെ സകല പ്രവൃത്തികളോടും അവന് കരുണ തോന്നുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സ്തോത്രം. ദൈവം ഒരുവനല്ലാതെ നല്ലവനായി ആരുമില്ല എന്ന് ശാസ്ത്രിമാരും പരീശന്മാരും യഹൂദന്മാരുമായ വലിയ സംഘം കർത്താവിൻ്റെ നേരെ പിറുപിറുക്കുവാനിടയായി തീർന്നിരിക്കും. സ്തോത്രം. അമ്മയുടെ ഗർഭം മുതൽ പക്ഷപാത രോഗിയായിരുന്ന മനുഷ്യനെ സൗഖ്യമാക്കിയപ്പോഴാണ് ഇത്തരത്തിലുള്ളതായ ഒരു സംസാരം ഉണ്ടാകുവാനിടയായി തീർന്നത്. ദൈവം ഒരുവനല്ലാതെ നല്ലവനായ ആരുമില്ല എന്ന് അവർ സംസാരിക്കുവാനിടയായി തീർന്നു. എന്നാൽ കർത്താവ് തൻ്റെ തോട്ടത്തിൽ വേലക്കാർക്ക് കൂലി കൊടുക്കുന്ന സന്ദർഭത്തിൽ മുൻപന്മാർക്കും പിൻപന്മാർക്കും ഒരുപോലെ താൻ ശമ്പളം വിഹിതം ചെയ്തപ്പോൾ ചിലരൊക്കെ പിറുപിറുക്കുവാനിടയായി തീർന്നു. എന്നാൽ കർത്താവ് അതിന് കൊടുത്ത മറുപടി, നിങ്ങളോട് ഞാൻ വാക്ക് പറഞ്ഞതനുസരിച്ച് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ ശമ്പളം തന്നുവല്ലോ. എന്നാൽ എനിക്കുള്ളതിൽ നിന്ന് ഇവർക്കും അതുപോലെ കൊടുക്കുവാൻ എനിക്ക് മനസ്സുണ്ട്. ഞാൻ നല്ലവനാകുന്നത് കൊണ്ട് നിങ്ങളുടെ കണ്ണു കടിക്കുന്നുവോ എന്ന് കർത്താവ് ചോദിക്കുന്നതായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. സ്തോത്രം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് യഹോവ നല്ലവനാകുന്നു എന്നാണ്. സ്തോത്രം. മറ്റൊരിടത്ത് പറയുന്നത് ദൈവം നല്ലവൻ ദൈവമല്ലാതെ വേറെ ആരുമില്ല എന്നും നമുക്ക് കാണുവാൻ കഴിയുന്നു. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ നല്ലവനാകൊണ്ട് നിങ്ങളുടെ കണ്ണു കടിക്കുന്നുവോ? സ്തോത്രം. വേദപുസ്തകത്തിൽ പറയപ്പെട്ടിരിക്കുന്ന ആശയമനുസരിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് നല്ലവനായ ആ ദൈവം അഥവാ യഹോവ എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 45 മുതൽ 48 വരെയുള്ളതായ ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യിക്കുകയും ചെയ്യുന്നുവല്ലോ എന്നതിൻ്റെ 45-ാമത്തെ വാക്യഭാഗത്തിൽ കാണുകയാണ്. ദൈവം നല്ലവനായ ദൈവമാണ്. ദൈവം ആരോടും മുഖപക്ഷമൊന്നും കാണിക്കുന്നില്ല. എന്നാൽ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണമുള്ള പ്രതിഫലം താൻ കൊടുക്കുമെന്നും താൻ മുൻകൂട്ടി പ്രസ്താവിച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യിക്കുകയും ചെയ്യുന്നു. ഈ പ്രകൃതിയുടെ ആ സന്തോഷം നല്ലവർക്കും
ദുഷ്ടന്മാർക്കും എല്ലാവർക്കും ഉണ്ടാകണം. സൂര്യന്റെ വെളിച്ചം എല്ലാവർക്കും ലഭിക്കണം. പ്രകൃതിയുടെ എല്ലാ സുഖവും എല്ലാവരും അനുഭവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നതിൻ്റെ ഉദ്ദേശം സകല പ്രിയപ്പെട്ടവരും നമ്മുടെ കർത്താവിൻ്റെ മക്കളായി തീരണമെന്നുള്ളതായ ആഗ്രഹത്തോടു കൂടെയാണ് എന്ന് ആ വചനഭാഗത്തിലൂടെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നു. അതിൻ്റെ 46-ാമത്തെ വാക്യഭാഗം ഇങ്ങനെ പഠിക്കുന്നു: നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നുവല്ലോ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നത് കൊണ്ട് യാതൊരു പ്രതിഫലവുമില്ല. ചുങ്കക്കാരും പാപികളും എല്ലാം അങ്ങനെ തന്നെ ചെയ്യുന്നു എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. പിന്നീട് അതിൻ്റെ 47-ാമത്തെ വാക്യഭാഗത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത്: സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് വിശേഷത? സ്തോത്രം, ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നുവല്ലോ എന്നവിടെ കാണുവാൻ കഴിയുന്നു. സ്തോത്രം. പിന്നീട് അതിൻ്റെ 48-ാമത്തെ വാക്യഭാഗത്തിൽ പറയുന്നത്: ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സ്തോത്രം. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽപ്രവൃത്തികളിൽ പൂർണ്ണനാണ്. അതുപോലെ തൻ്റെ മക്കളും സൽപ്രവൃത്തികളിൽ പൂർണ്ണരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കർത്താവ് ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യിക്കുകയും ചെയ്യുന്നത് പോലെ മറ്റുള്ളവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു ആത്മീയ ജീവിതമായിരിക്കണം ഓരോ ദൈവ പൈതലിനും ഉണ്ടായിരിക്കേണ്ടത് എന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ എന്ന് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നു. പ്രിയമുള്ള ശ്രോതാക്കളെ, ദൈവമക്കളെ, ദൈവവചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞ് സത്യദൈവം ആരെന്ന് മനസ്സിലാക്കി സത്യാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയനുസരിച്ച് സൽഗുണങ്ങളെ ചെയ്യുവാനായിട്ട് കഴിയുകയുള്ളൂ. സ്വർഗീയ പിതാവിനെ പോലെ ഒരാത്മീയ പൂർണ്ണത കൈവരിക്കുവാൻ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥകളെ അംഗീകരിക്കുന്നവർക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ. സത്യദൈവത്തെ അറിയാതെ സ്തോത്രം ഊഹാഭോഗങ്ങൾ സംസാരിക്കുകയും ഏകസത്യദൈവത്തിന് സ്തോത്രം വ്യത്യസ്തമാകുന്ന നിലയിൽ ഒന്നിലധികം വ്യക്തിത്വങ്ങൾ കൊടുക്കുകയും ദൈവം ഒന്നിലധികം ആളുകൾ ഉണ്ട് എന്ന് പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നതൊക്കെ യഥാർത്ഥമായി പൈശാചികമായിട്ടുള്ള പ്രവർത്തനമാണ് എന്നുള്ളത് സകലരും മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ദൈവം ഏകനാണ്. അവൻ സൽപ്രവൃത്തികളിൽ പൂർണ്ണതയുള്ളവനാണ്. അവന് മാത്രമാണ് അത്തരത്തിലുള്ളതായ ഒരു പൂർണ്ണത കൈവരിക്കുവാൻ കഴിയുന്നത്. മറ്റാർക്കും കഴിയുകയില്ല എന്ന് വളരെ വ്യക്തമാണ്. നമ്മുടെ അരുമനാഥനായ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്: സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവുമുള്ളവനാണ് സർവശക്തനായ ദൈവം. ആ ദൈവം നാം ആരാധിക്കുന്ന നമ്മുടെ ആരാധ്യ പുരുഷനായ കർത്താവായ യേശു ക്രിസ്തുവാകുന്നു എന്ന് ദൈവവചനത്തിലൂടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നു. ഈ അന്ത്യനാളുകളിൽ തെറ്റായ ധാരണകളെ ത്യജിച്ച് ശരിയായ മാർഗം സ്വീകരിച്ച് സത്യദൈവത്തെ അറിയേണ്ടും പോലെ അറിഞ്ഞ്
നിത്യരാജ്യത്തിന് അവകാശികളായി സകല പ്രിയപ്പെട്ടവരും നിലകൊള്ളുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവവചനത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുക. ദൈവം മനുഷ്യരുടെ ഇടയിൽ അനേകം നിയമങ്ങളും വ്യവസ്ഥകളും ചെയ്തിട്ടുണ്ട്. അതിലൊന്നും നാം ലംഘിക്കുവാൻ പാടില്ലാത്തതാണ്. ദൈവം ചെയ്തിട്ടുള്ളതായ നിയമങ്ങളോ വ്യവസ്ഥകളോ ഒന്നും മനുഷ്യനെ മാറ്റുവാനോ അതിനെ ത്യജിക്കുവാനോ പാടില്ലാത്തതാണ്. ഏതെങ്കിലും കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയാൽ അതിൻ്റെ ശിക്ഷ വളരെ വലുതാണ് എന്ന കാര്യവും നാം അറിഞ്ഞുകൊള്ളേണ്ടത് ആവശ്യമാണ്. ദൈവവചനത്തിൻ്റെ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറ്റുവാനോ തെറ്റായി പഠിപ്പിക്കുവാനോ മനുഷ്യന് അവകാശമില്ല എന്ന കാര്യം വളരെ വ്യക്തമായിട്ട് നാം മനസ്സിലാക്കിയിരിക്കണം. ഇന്ന് ധാരാളം ആളുകളും ദൈവവചനത്തിൽ നൽകപ്പെട്ടിരിക്കുന്നതായ സത്യോപദേശത്തിന് വിരുദ്ധമായിട്ട് മാനുഷികമായിട്ടുള്ള ഉപദേശങ്ങൾ, പൈശാചികമായിട്ടുള്ള ഉപദേശങ്ങൾ ജനത്തെ പഠിപ്പിക്കുവാനായിട്ട് നിർബന്ധിതരായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അത് പിശാചിനാൽ ഉപയോഗിക്കപ്പെടുന്നതാണ് അത്തരക്കാരെ എന്നുള്ളതായ കാര്യവും മനസ്സിലാക്കിക്കൊള്ളേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ദൈവവചനം ലംഘിക്കുന്നതിനാൽ ഉണ്ടാകുന്ന അതിൻ്റെ ശിക്ഷാവിധി വളരെ വലുതാണ്. അതുമൂലമുണ്ടാകുന്ന അനർത്ഥങ്ങളും വളരെ വലുതാണ് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം നശ്വരമാണ് എന്ന് പഠിക്കുവാൻ കഴിയുന്നു. അനശ്വരവും മനോഹരവുമായ ലോകം അതിനപ്പുറമായി നമുക്കുണ്ട് എന്ന് ഒരു വിശ്വാസി അറിഞ്ഞിരിക്കേണ്ടതും ആവശ്യമാണ്. ശരിയായ സത്യദൈവത്തെ അറിയുന്ന, സത്യവചനത്തെ യഥാർത്ഥമായി മനസ്സിലാക്കിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ നശിച്ചു പോകുന്ന ലോകത്തിൽ യാതൊരു പങ്കും ഓഹരിയുമില്ല. എന്നാൽ അതിനപ്പുറമായിട്ട് അതിമനോഹരമാകുന്ന, നശിച്ചു പോകാത്ത, നിലനിൽക്കുന്നതായ ഒരു ലോകം അഥവാ ഒരു രാജ്യം, ഒരു ഭവനം സ്വർഗത്തിലെ ദൈവം തൻ്റെ മക്കൾക്കായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കേണ്ടതിന് വേണ്ടിയാണ് ഈ നാളുകളിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത്. സ്തോത്രം. അതിപ്പോൾ മനുഷ്യദൃഷ്ടികൾക്ക് കാണുവാൻ കഴിയുന്നതല്ല. എന്നാൽ നല്ലവരായ ദൈവം ഒരു നാളിൽ നല്ലവരായവരുടെ മുൻപിൽ അത് വെളിപ്പെടുത്തുമെന്നാണ് ദൈവവചനത്തിലൂടെ പഠിക്കുവാനായിട്ട് കഴിയുന്നത്. നന്നായി കർത്താവിനെ സേവിക്കുന്ന, അവൻ്റെ വചനം പ്രമാണിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മുൻപാകെ ആ രാജ്യത്തെ കർത്താവ് വെളിപ്പെടുത്തും. അത്തരക്കാരായ ആളുകൾ അതിൽ പങ്കാളികളാകും. അതിൽ നിത്യസന്തോഷം അനുഭവിക്കുവാനിടയായിത്തീരുമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ആ നല്ലവനായ കർത്താവ് യേശുക്രിസ്തുവാകുന്നു എന്ന് എല്ലാവരും അന്ന് അറിയുവാനിടയായിത്തീരുമെന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. സകലതും തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കുന്നത്, സകല ക്രമീകരണങ്ങളും ചെയ്യുന്നത് നാം സേവിക്കുന്നവനായ നമ്മുടെ ദൈവമായ കർത്താവായ യേശുക്രിസ്തു ആകുന്നു എന്ന് അവൻ്റെ നാളിൽ എല്ലാവരും അറിയുവാനിടയായിത്തീരും. അന്ന് സകല മനുഷ്യരും ദൈവം നല്ലവൻ എന്ന് മാത്രമേ പറയൂ. ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതാകുന്നു എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. പാപം അതിന് ചില വൈകല്യങ്ങൾ വരുത്തി. എന്നാൽ നല്ലവനായ ദൈവം എല്ലാ വൈകല്യങ്ങളും നീക്കി നല്ലൊരു ഭാവി ലോകത്തിന്, സ്തോത്രം, ഭാവി ലോകത്തിന് വെളിപ്പെടുത്തുന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്.
സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത്, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ദൈവം ആത്മാവാകുന്നു, അവനെ ആരാധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ആത്മാവിലും സത്യത്തിലും അവനെ ആരാധിക്കണമെന്നുള്ളതാണ് ദൈവ ഇഷ്ടം. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യഭാഗത്തിൽ കർത്താവ് പറയുന്നത്, തൻ്റെ ഉയർപ്പിന് ശേഷമുള്ള തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ശിഷ്യന്മാരോട് സംസാരിച്ചതാണ്. ശിഷ്യന്മാരിൽ ചിലർ ഭയപ്പെടുകയും സംശയിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ കർത്താവ് പറഞ്ഞതാണ്, ഇത് ഞാൻ തന്നെയാകുന്നു, എന്നെൻ്റെ കൈയും കാലും നോക്കി അറിവിൻ. എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവ് ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും അവനെ ആരാധിക്കണം. സ്തോത്രം. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഇന്ന് ഞാൻ തന്നെയാണ്, എൻ്റെ കൈയും കാലും നോക്കുവിൻ. എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. തൻ്റെ ശിഷ്യന്മാർക്ക് തന്നെ പരിചയപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ആത്മാവായ ദൈവത്തിന് അസ്ഥിയും മാംസവുമില്ല. മനുഷ്യരെ പോലെ ശരീരമോ മറ്റവയവങ്ങളോ അവനില്ല. അവൻ മാനുഷികമാകുന്ന പരിമിതികൾക്ക് വിധേയനുമല്ല എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുകയാണ്. നമ്മുടെ ദൈവം ആത്മാവായ ദൈവമാണ്. ആ ദൈവത്തിന് അസ്ഥിയില്ല, മാംസമില്ല, മനുഷ്യരെ പോലെ ശരീരമില്ല, അവയവങ്ങളോ അവനില്ല. അവൻ മാനുഷികമാകുന്ന ഒരു പരിമിതികൾക്ക് വിധേയനുമല്ല എന്ന് നമുക്ക് തിരുവചനത്തിലൂടെ പഠിക്കുവാൻ കഴിയുന്നു. എന്നാൽ ആത്മാവായ അദൃശ്യനായ അസ്ഥിയും മാംസവും ഇല്ലാത്ത, ശരീരമോ അവയവങ്ങളോ ഇല്ലാത്തവനായ ദൈവം തൻ്റെ മക്കളിൽ ഒരുവനെ പോലെ മനുഷ്യവേഷമെടുത്ത് ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവനിലുണ്ടായ മാറ്റമാണ് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. യേശു എല്ലാ പരിമിതികൾക്കും അപ്പുറമുള്ളവനും മാറ്റമില്ലാത്തവനുമാകുന്നു. നമ്മുടെ ദൈവമായ കർത്താവായ യേശു ക്രിസ്തു സകല പരിമിതികൾക്കും അപ്പുറമുള്ളവനാകുന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് മാനുഷികമാകുന്ന ചിന്താഗതികളിലും മാനുഷികമാകുന്ന ഉപദേശങ്ങളിലും പഠിപ്പിക്കലുകളിലും വശംവദരായി തിരുവചനത്തിൻ്റെ വസ്തുതകളെ അറിയാത്തവരായി ശിക്ഷാവിധിയിൽ അകപ്പെടാതെ വണ്ണം സത്യവചനത്തെ യഥാർത്ഥമായി തിരിച്ചറിയുവാൻ കഴിയേണ്ടതിന് തിരുവചനത്തിൻ്റെ വസ്തുതകളെ കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാർ ഓരോ ദിവസവും JCNDST എന്ന ഈ ഗ്രൂപ്പിലൂടെ സംസാരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് അംഗീകരിക്കുവാൻ എല്ലാവർക്കും താല്പര്യമുണ്ടാകുന്നില്ല. പലരും തർക്കങ്ങളും വാദഗതികളുമായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. ചിലരൊക്കെ അതിനെ എതിർക്കുന്നു, അതിനെ എതിരായി സംസാരിക്കുന്നു, എതിരായി സ്വതന്ത്രം പോസ്റ്ററുകൾ ഇടുന്നു, എതിരായി പ്രസംഗങ്ങൾ ഉണ്ടാക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളതായ അവസ്ഥകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ
പറയപ്പെടുന്നതായ വിഷയങ്ങൾക്ക് വിരുദ്ധമായിട്ടൊരു നിലപാട് സ്വീകരിക്കാതെ പറയപ്പെടുന്നതായ കാര്യങ്ങൾ തിരുവചനത്തിൻ്റെ സത്യങ്ങളാണോ എന്ന് തിരുവചനവുമായിട്ട് ശോധന ചെയ്ത് പഠിക്കാതെ സ്തോത്രം സംഘടനാ മാർഗങ്ങളിലൂടെയുള്ളതായ ഉപദേശങ്ങളോ മാനുഷിക ഉപദേശങ്ങളോ മനുഷ്യനെ പഠിക്കുകയും ചെയ്താൽ അത് ഏറ്റവും കൊടിയ ശിക്ഷാവിധിയിലേക്ക് നയിക്കപ്പെടുവാൻ ഇടയായിത്തീരുമെന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ശിക്ഷാവിധിയിൽ അകപ്പെടാതെ നിത്യത അവകാശമാക്കുക എന്നുള്ളതാണ് ഈ വചനഭാഗങ്ങൾ സംസാരിക്കുന്നതിലൂടെ കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാർ ആഗ്രഹിക്കുന്നത്. അത് അംഗീകരിക്കുവാൻ താല്പര്യമുള്ളവർക്ക് അനുഗ്രഹമായി തീരും. ഒരുപക്ഷെ അതിനെ തിരസ്കരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ശിക്ഷാവിധിയും ഉണ്ടാകുമെന്നുള്ളതിന് തർക്കമൊന്നുമില്ല. സ്തോത്രം. ദൈവം വെളിപ്പെടുത്തി കൊടുക്കാത്ത യാതൊന്നും മനുഷ്യർക്ക് അറിയുവാൻ കഴിയുകയില്ല എന്ന് തിരുവചനത്തിലൂടെ പഠിക്കുവാൻ കഴിയുകയാണ്. ദൈവമാണ് സകലതും തൻ്റെ മക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കുന്നില്ല എങ്കിൽ തിരുവചനത്തിൻ്റെ സത്യങ്ങളെ ഗ്രഹിക്കുവാൻ ആർക്കും കഴിയുന്നതല്ല. ഇന്ന് അനേകർക്കും സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ദൈവത്താൽ ശരിയായിട്ടുള്ള വെളിപ്പാട് ലഭിക്കാത്തതായ ആളുകൾ പുസ്തക വായനയിലൂടെയും പഠനത്തിലൂടെയും ഒക്കെ ലഭിക്കുന്നതായ അറിവ് വെച്ച് തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഒക്കെയും ഉപദേശങ്ങളെ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇന്ന് ലോകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മുടെ കർത്താവ് ഒരിക്കൽ പറയുവാനിടയായി തീർന്നു, പുത്രൻ ആരാണെന്ന് പിതാവും പിതാവ് ആരാണെന്ന് പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും അറിയുന്നില്ല എന്നുള്ളതാണ്. ശരിയായിട്ടും പുത്രൻ ആരാണെന്ന് പിതാവിനറിയാം, പിതാവ് ആരാണെന്ന് പുത്രനും അറിയാം. കാരണം കർത്താവ് തന്നെ പറഞ്ഞു, ഞാനും പിതാവും ഒന്ന് തന്നെയാണ്. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നുവോ? ഇല്ല എങ്കിൽ എൻ്റെ പ്രവൃത്തി കണ്ട് നിങ്ങൾ എന്നെ വിശ്വസിപ്പീൻ എന്ന് കർത്താവ് പറയുവാനിടയായി തീർന്നു. അപ്പോ ഈ വസ്തുത പുത്രൻ ആരാണെന്ന് പിതാവ് അറിയുന്നു, പിതാവ് ആരാണെന്ന് പുത്രൻ അറിയുന്നു. പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനും ഈ വസ്തുത അറിയുവാൻ കഴിയുമെന്നുള്ളതാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് സത്യങ്ങളെ അറിയുവാൻ തക്കവണ്ണം ഇടയായി തീരേണ്ടതിന് ദൈവത്തിൽ നിന്നുള്ളതായ ശരിയായ വെളിപ്പാട് ലഭിക്കുവാൻ വേണ്ടി ആത്മാർത്ഥമായിട്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, ദൈവത്തിനായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് വെളിപ്പാടുകൾ പ്രാപിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഈ അന്ത്യകാലത്ത് സകല പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ, സഹായിക്കുമാറാകട്ടെ എന്ന ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ആരും നഷ്ടപ്പെട്ടു പോകരുതെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 18 മുതൽ 20 വരെയുള്ളതായ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്നവരുടെ മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു എന്നാണ്. സത്യമാർഗത്തെ അനീതി കൊണ്ട് തടയുകയും വ്യാജമാർഗത്തിലൂടെ യഥേഷ്ടം സഞ്ചരിക്കുകയും ചെയ്യുന്നതായ അഭക്തരായ സകല പ്രിയപ്പെട്ടവരുടെയും അനീതിക്ക് നേരെ ദൈവത്തിന്റെ മഹാകോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു എന്ന് തിരുവചനത്തിലൂടെ കാണുവാൻ കഴിയുകയാണ്. അതുകൊണ്ട് സകല അനീതിയും അഭക്തിയും നീക്കി സത്യമാർഗം എന്തെന്ന് ശരിയായിട്ട് മനസ്സിലാക്കി സത്യത്തിനു വേണ്ടി ജീവിക്കുവാൻ സകല ദൈവമക്കളും അഥവാ ക്രൈസ്തവ വിഭാഗങ്ങളും ശ്രമിക്കേണ്ടത് ആവശ്യമാണ്.
അത് ചെയ്യുന്നില്ല എങ്കിൽ സകലരുടെയും നേർക്ക് ദൈവത്തിന്റെ മഹാകോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുവാൻ പോവുകയാണ്. ഇന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ശ്രദ്ധിച്ചു നോക്കുക. ദൈവത്തിന്റെ കോപം പലയിടങ്ങളിലും പലർക്കും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും വളരെ അത്ഭുതപ്പെടുത്തുന്നതായ ചില അനുഭവങ്ങൾ ലോകത്തിൽ കടന്നു വരുവാൻ പോകുന്നു എന്നുള്ളതായ മുന്നറിയിപ്പും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ളതായ ദുരന്തങ്ങൾ ലോകത്തിൽ കടന്നു വരുമ്പോൾ അതിൽ നിന്നും രക്ഷപ്രാപിക്കുവാനുള്ള ഏക മാർഗം അത്യുന്നതന്റെ മറവിലും സർവശക്തന്റെ നിഴലിൻ കീഴിലും പാർക്കുന്നവർക്ക് മാത്രമാണ് സകല അനർത്ഥത്തിൽ നിന്നും രക്ഷപ്രാപിക്കുവാൻ കഴിയുന്നത് എന്ന് ദൈവവചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ജീവനുള്ള ദൈവത്തിന്റെ മാർഗത്തെ ശരിയായിട്ട് മനസ്സിലാക്കി സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല ഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്നും വെളിപ്പെടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു എന്ന് അതിൻ്റെ 19-ാമത്തെ വാക്യഭാഗത്തിൽ കാണുകയാണ്. ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു അഥവാ വെളിപ്പെടുത്തിയിരിക്കുന്നു. അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസ്ഥാപനം മുതൽ, ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. അവർക്കാർക്കും പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ എന്നും തിരുവചനത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ ദൈവം ആർ എന്ന് വ്യക്തമായിട്ടും തിരുവചനത്തിലൂടെ നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഊഹാഭോഗങ്ങളോ സഭാ സംഘടനകൾ പഠിപ്പിക്കുന്നതായ വ്യവസ്ഥകളോ നിയമങ്ങളോ ഒന്നുമല്ല. ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ തന്നെ നമ്മൾ തിരിച്ചറിയുകയും സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്യണം. ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ മഹാകോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടു വരും എന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. സ്തോത്രം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായിട്ട് അവൻ്റെ നാമത്തിൽ സ്നാനമേറ്റ് പാപങ്ങളെ കഴുകിക്കളഞ്ഞ് വിശുദ്ധ ജീവിതം നയിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവോടെ ജീവനുള്ള ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചുകൊണ്ട് അവൻ്റെ വരവിനായിട്ട് നോക്കി പാർക്കുന്ന പ്രിയപ്പെട്ടവരെ ചേർക്കുവാൻ ഇതാ നമ്മുടെ രക്ഷാനായകൻ കടന്നു വരുവാൻ സമയമായിരിക്കുന്നു. അവൻ്റെ കാഹളധ്വനി കേൾക്കുവാൻ പോവുകയാണ്. അവൻ്റെ വരവിൻ്റെ ലക്ഷണമാണ് ഇന്ന് ലോകത്തിൽ നാം കാണുന്ന എല്ലാ അവസ്ഥകളും. മനുഷ്യരുടെയും പ്രകൃതിയുടെയും സകലവിധമാകുന്ന അവസ്ഥകളും നമ്മുടെ കർത്താവിൻ്റെ വരവിന് മുന്നോടിയായി സംഭവിക്കുന്ന വിഷയങ്ങളായി കാണുവാൻ കഴിയും. അതുകൊണ്ട് കർത്താവ് നമ്മോട് അടുത്തിരിക്കുന്നു എന്നറിഞ്ഞ് തിരുവചനത്തിൻ്റെ സത്യത്തെ മനസ്സിലാക്കുക, സത്യത്തിന് വേണ്ടി നിലകൊള്ളുക, നമ്മുടെ ദൈവം ആരാണെന്ന് അറിഞ്ഞവനെ സേവിക്കുക. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഈ വൈകിയ സമയത്ത് അല്പസമയം തിരുവചനം സംസാരിക്കുവാനുള്ളതായ ഭാഗ്യം സ്വർഗത്തിലെ ദൈവം നൽകിയത് കൊണ്ട് ദൈവത്തെ അത്യധികമായി സ്തുതിക്കുന്നു. ഇതിനു വേണ്ടി എനിക്ക് സമയത്തെ വേർതിരിച്ചു തന്ന JCNDAC എന്ന ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാർക്കും സംഘാടകർക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു.
സർവ്വലഭനായിരിക്കുന്ന കർത്താവിന് സകലവിധമാകുന്ന മാനവും മഹത്വവും കരയേറ്റിക്കൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥതയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു. അല്പനിമിഷങ്ങൾ നിന്റെ വചനത്തിലൂടെ സംസാരിക്കുവാൻ ഇളയവനെ നീ ശക്തീകരിച്ച കൃപകളെ ഓർത്ത് സ്തോത്രം. ദൈവം 6 എന്ന വിഷയം തുടർന്നും ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ സംസാരിക്കുവാനും നീ ഇടയനെ ശക്തീകരമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന തിരുമല കേട്ടതിനായി സ്തുതിക്കുന്നു. ഗ്രൂപ്പിനെ അനുഗ്രഹിച്ചതിനായി സ്തുതിക്കുന്നു. എൻ്റെ ദാസന്മാരെ അനുഗ്രഹിച്ചുകൊണ്ട് സ്തോത്രം. എല്ലാ കേൾവിക്കാരെയും അനുഗ്രഹിച്ചാട്ട് അനേകായിരങ്ങൾ മാനസാന്തരപ്പെടുവാൻ കൃപ നൽകിയാണ്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അതിനുള്ള നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം, സ്തോത്രം.